ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളോടുള്ള ശക്തമായ എതിർപ്പ് തുടരുമെന്ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണം ഉച്ചസ്ഥായിയിലായി. 27ാമത് സീനിയർ സ്റ്റേറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 5, 6 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. SIR നടപ്പാക്കിയാൽ കേരളത്തിൽ BJP അധികാരത്തിലെത്തുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്ലാമിലെ ആദർശ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളോടുള്ള ശക്തമായ എതിർപ്പ് തുടരുമെന്ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നവരുമായി കൂട്ടുകൂടണോ എന്ന് തീരുമാനിക്കേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണെന്നും അതിന്റെ പേരിൽ അവരെ തള്ളാനോ പിന്താങ്ങാനോ സമസ്ത ഇല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ സമസ്ത ഇടപെടില്ല. സമസ്ത മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന സംഘടനയാണ്. സമസ്തയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് താല്പര്യക്കുറവോ ഇല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം, ഇവിടുത്തെ മനുഷ്യ സ്നേഹം, ഈ രാജ്യത്തിന്റെ പുരോഗതി, ഈ രാജ്യത്തിന്റെ നന്മക്ക് താറാറുണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് പോകരുത് എന്ന് അനുയായികളെ പൂർണ്ണമായും ശാസിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പോലെ എല്ലാ മതങ്ങളോടുള്ളതായ ആ മതമില്ലാത്തവരോടുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ആ പരമ്പരാഗതമായ സ്വഭാവം സംരക്ഷിക്കപ്പെടുക, ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമയത്തുൽ ഉലമ. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്ര ഡിസംബർ 19 മുതൽ 28 വരെ നടക്കും. 19-ന് കന്യാകുമാരിയിൽ ആരംഭിക്കുന്ന യാത്ര 28-ന് മംഗലാപുരത്ത് സമാപിക്കും. തമിഴ്നാട്, കേരളം, കർണാടക എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളിലൂടെ ജാഥ പ്രചരണം നടത്തും. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സമസ്ത കേരള ജമയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. പ്രിയപ്പെട്ട നേതാക്കൾ എത്തിയതോടെ സ്ഥാനാർത്ഥികളും അണികളും ആവേശത്തിലായി. അരക്കിണർ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഷാഫി പറമ്പിൽ MP എത്തി. അരക്കിണറിൽ സംഘടിപ്പിച്ച UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. രാജേഷ് അച്ചാറമ്പത്ത് അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, KPCC അംഗം K സുൽഫിക്കർ അലി, സഹീർ നല്ലളം, ഷഫീഖ് അരക്കിണർ, അസ്കർ ഫറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികളായ മുരളി ബേപ്പൂർ, KK സുരേഷ്, C നൌഫൽ, KV പ്രജീഷ്, രശ്മി മാധവദാസ്, ഷിമി കൃഷ്ണൻ, CP ശ്രീകല എന്നിവരും സംബന്ധിച്ചു. ഈ അരക്കടലിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത ഈ ജനാവലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജനങ്ങൾ അത് പ്രതീക്ഷയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വരവിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബഹുമാന്യനായ
നമ്മുടെ MP പ്രിയപ്പെട്ട രാഘവേട്ടനിലൂടെ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ നമ്മുടെ ഭരണം വരുമ്പോൾ ആ ഭരണ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മുന്നണിയുടെ നേതാക്കന്മാരിലൂടെ കേരളത്തിൽ വരാൻ പോകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം വരുമ്പോൾ അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ വികസനം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. 27ാമത് സീനിയർ സ്റ്റേറ്റ് തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 5-6 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. തൈക്കാണ്ടോ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ഡോക്ടർ വാസുകി IAS ഉദ്ഘാടനം ചെയ്യും. 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തൈക്കാണ്ടോ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ വാസുകി IAS ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. സീനിയറിലെ വിവിധ വെയ്റ്റ് കാറ്റഗറിയിലായി 600ഓളം താരങ്ങളാണ് ഇതിൽ മാറ്റിവെക്കുന്നത്. 6-ാം തീയതിയാണ് ക്ലോസിംഗ് സെറിമണി. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ 27 ചാമ്പ്യൻഷിപ്പുകളിൽ 5ാം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും സൗത്ത് സോണും നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി വളരെ വിജയപ്രദമായി കോഴിക്കോട് ജില്ലയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ തൈക്കാണ്ടോ അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത ഗോബീസ് തൈക്കാണ്ടോ കൂടത്തുംപാറ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലാണ് 27ാമത് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. 600ഓളം കായിക താരങ്ങളും 100-ലധികം ടെക്നിക്കൽ ഒഫീഷ്യൽസും സംഘാടകരും കാണികളും ചേർന്ന് 2000-ലധികം ആളുകൾ പങ്കെടുക്കും. ഉദ്ഘാടന പരിപാടിയിൽ ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ O. രാജഗോപാൽ അധ്യക്ഷനാകും. സംസ്ഥാനത്തെ പ്രമുഖ തൈക്കാണ്ടോ ക്ലബ്ബുകളെയും ദേശീയ ചാമ്പ്യന്മാരെയും സീനിയർ മാസ്റ്റേഴ്സിനെയും ചടങ്ങിലെ മുഖ്യാതിഥികളെയും ആദരിക്കും. ഡിസംബർ 6 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കമാൽ വരദൂർ സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ O. രാജഗോപാൽ, കമാൽ വരദൂർ, A. മൂസ ഹാജി, മാസ്റ്റർ ഗോപിനാഥ്, മാസ്റ്റർ ജ്യോതിഷ്, ബിന്ദു M എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party. A party party now. Ice cream party time. Just come in, taste it, you love it. Milma ice cream. Friends and happy flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SIR നടപ്പാക്കിയാൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. SDPI കോഴിക്കോട് കോർപ്പറേഷൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SDPI കോഴിക്കോട് കോർപ്പറേഷൻ കമ്മിറ്റി KP കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു മുനിസിപ്പൽ ഇലക്ഷനിൽ 2 പേരെ ജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് പറയാണ്. നമ്മളത് മുഖവിലക്കെടുക്കാതെ പോകരുത്. കാരണം എന്താണെന്നറിയാം, അവർ കഴിഞ്ഞ ഇലക്ഷൻ ഒരാളെ ജയിപ്പിച്ചിട്ടുണ്ട്. നിലവിലൊരു കൗൺസിലർ ഉണ്ട് അവിടെ മുനിസിപ്പാലിറ്റി. അപ്പോൾ നിലവിലൊരു കൗൺസിലർ ജയിപ്പിച്ചതെങ്കിൽ 5 ആളുകൾ തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഒരു ആ പ്രവർത്തകമായിട്ട് കോൺഫിഡൻസ്, അവരുടെ കമ്മിറ്റ്മെന്റ്, അവരതിൻ്റെ ഡെഡിക്കേഷൻ, ഇതൊക്കെ ആലോചിച്ച് നോക്കും. നമുക്ക് വാർഡില് 30 ആൾക്കായാൽ പോലും ജയിക്കില്ല എന്നൊരു ആശങ്കയുണ്ട്. അപ്പോൾ അത് ആ പ്രവർത്തകന്മാരുടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. ആളുടെ എണ്ണം കുറഞ്ഞാലും നമുക്ക് ജയിപ്പിച്ചു കൊടുക്കാൻ പറ്റും.
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP ജാഫർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ NK റഷീദ് ഉമരി, ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് വാഹിദ് ചെറുവറ്റ, ജില്ലാ ജനറൽ സെക്രട്ടറി K ഷമീർ, ജില്ലാ സെക്രട്ടറി PT അബ്ദുൽ ഖയ്യൂം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫായിസ് മുഹമ്മദ്, സഫീർ MK, ഷാനവാസ് മാത്തോട്ടം, സ്ഥാനാർത്ഥികളായ PV മുഹമ്മദ് ഷിജി, നൌഷീർ, നുഹൈന, ഫാത്തിമ, സുബൈർ വേങ്ങേരി, സിദ്ദിഖ് മായനാട്, CP റഷീദ്, സത്താർ കല്ലായി, മുഹമ്മദ് റാഫി, റുക്കിയ വെള്ളയിൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സഹദ് മായനാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബോച്ചെ, സിനിമാ താരം അഞ്ജന പ്രകാശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിലാണ് യൂണിറ്റ്. DGM VL ജിജോ, CFO KA സ്വരാജ്, ജോസ് തോമസ്, ഗോകുൽദാസ് എന്നിവർ പങ്കെടുത്തു. ഉപഭോക്താക്കൾക്ക് ജ്വല്ലറി ഡിസൈനറുമായി നേരിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്നതിനാലും ഇടനിലക്കാർ ഇല്ലാത്തതിനാലും കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലൂടെ സ്വന്തമാക്കാനാകും. മാനുഫാക്ചറിംഗ് പല സ്ഥലത്തുണ്ടെങ്കിലും ഇതിന്റെ പ്രത്യേകത വരുന്ന കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഷോക്കേസിൽ ഇല്ലാത്ത എന്ത് ഡിസൈൻ കാണിച്ചു തന്നാലും ഞങ്ങളുടെ കളക്ഷനിലാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഡിസൈൻ ആണെങ്കിലും അത് ഒരാഴ്ചക്കുള്ളിൽ പണിത് ഇവിടെ ഇട്ട് നോക്കി അതിന്റെ മാച്ചിങ് നോക്കി ഒക്കെ സെറ്റാക്കി പോകാന്നുള്ളതാണ്. മറ്റേ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുകയാണ് മാനുഫാക്ചറിംഗ്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് റീറ്റെയിലേക്ക് സപ്ലൈ ആണ്. എന്താണോ ഡെയിലി ഇങ്ങനെ സപ്ലൈ ആണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് വാങ്ങാം എന്നത് ഒരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റീജിയണൽ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഇവിടെ തുടങ്ങാൻ കാരണം. പിന്നെ അതിൻ്റെ ടെക്നോളജി വൈസ് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നതാണ്. ലൈറ്റ് വെയ്റ്റ് കളക്ഷനിലും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് ഷോറൂമുകളിലൊക്കെ ഉള്ളത് നമ്മൾ ഹെവി വെയ്റ്റ് എന്താണോ അത് തന്നെയാണ്. ഇപ്പം എന്താ പറയുക, ഒരു 5 പവന്റെ ഡയമണ്ട് ഗോൾഡ് ആഭരണമാണെങ്കിൽ അത് വെറും 1.5 പവനിൽ വരെ ലൈറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കാം ഓർഡർ ചെയ്താൽ. അപ്പോൾ എക്കണോമി വെയിറ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യാം, ആണ് പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടക്കാവ് രാരിച്ചൻ റോഡ് വടക്കിലത്ത് ശ്രീ പരദേവതാ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. പാതിരിശ്ശേരി മിഥുൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നടക്കാവ് രാരിച്ചൻ റോഡ് വടക്കിലത്ത് ശ്രീ പരദേവതാ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ 3 ദിവസങ്ങളിലായി വിവിധ പൂജകളോടെ നടന്നു. പാതിരിശ്ശേരി മിഥുൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം ഉരാളന്മാരായ വടാശ്ശേരി ദിനേശൻ, വടാശ്ശേരി മനോജ്, വടാശ്ശേരി ചന്ദ്രബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ഈ വർഷം മുതൽ ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള താലപ്പൊലി മഹോത്സവവും കൂടാതെ വിവിധ തിറകളും നടത്താൻ തീരുമാനിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലത്ത് സിദ്ധാർത്ഥൻ, സെക്രട്ടറി സനേജ് പാണ്ടിക്കാട്ട്, ട്രഷറർ രമേശ് ബാബു, വൈസ് പ്രസിഡന്റ് രമേശ് KP, ജോയിന്റ് സെക്രട്ടറി പ്രജിഷ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നവജനശക്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥി നബീൽ അഹമ്മദിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ വാക്കിംഗ് നബീൽ പ്രചരണ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. നവജനശക്തി കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നടക്കാവ് വാർഡ് 66 മത്സരിക്കുന്ന നബീൽ അഹമ്മദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോ വാക്കിംഗ് നബീൽ എന്ന പ്രചരണ പരിപാടി ചക്കോരത്തുകുളത്തു നിന്നും ആരംഭിച്ച് ഇംഗ്ലീഷ് പള്ളി കെ കേളപ്പൻ പാർക്ക് പരിസരത്ത് സമാപിച്ചു. സമാപനം നവജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു പാലത്ത് അധ്യക്ഷനായിരുന്നു. ബാലഗോപാലക്കുറുപ്പ്, ഇർഷാദ്, രാധാകൃഷ്ണൻ നടക്കാവ്, റഫീഖ് ചക്കോരത്തുകുളം, ഒ സ്നേഹാരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു നേതാക്കളും പ്രവർത്തകരും പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KNM കോഴിക്കോട് സിറ്റി മണ്ഡലം മദ്രസ സർഗമേള സമാപിച്ചു. KNM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി വളപ്പിൽ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കണ്ടി മദ്രസത്തുൽ മുജാഹിദീൻ ജേതാക്കളായി. KNM കോഴിക്കോട് സിറ്റി മണ്ഡലത്തിന് കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായാണ് സർഗമേള സംഘടിപ്പിച്ചത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾ ഇടിയങ്ങര മിഷ്കാത്തുൽ ഹുദാ മദ്രസയിലും സ്റ്റേജ് ഇനങ്ങൾ പുതിയറ മുജാഹിദ് മദ്രസയിലുമായി അരങ്ങേറി. പള്ളിക്കണ്ടി മദ്രസത്തുൽ മുജാഹിദീൻ സർഗമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. കുറ്റിച്ചിറ മേക്ക് മദ്രസയും ഇടിയങ്ങര ഷാദുലി മദ്രസയും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. പരിപാടിയുടെ ഉദ്ഘാടനം KNM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി വളപ്പിൽ അബ്ദുൽ സലാം നിർവഹിച്ചു. നിങ്ങൾ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും. കോഴിക്കോട് ജില്ലാ സർഗമേള ജനുവരി 4-ാം തീയതി കോഴിക്കോട് പുതിയങ്ങാടി പാവങ്ങാട് ദാറുസ്സലാം മസ്ജിദ് പരിസരത്തും MES രാജാ കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ കുട്ടികൾ അതിൽ പങ്കെടുക്കണം എന്ന് ആദ്യമായി ആമുഖമായി പറയുകയാണ്. ദീർഘമായി കളിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഒരു ചെയ്ത ആളുകൾ ക്രിക്കറ്റിൽ വിജയിക്കും, അല്ലെങ്കിൽ നല്ലപോലെ ബൗൾ ചെയ്ത ആളുകൾ വിജയിക്കാം. അതുപോലെ ഫുട്ബോളിൽ നല്ല കളിച്ച ആളുകൾ ചിലപ്പോൾ കോഴിക്കോട് സ്പെഷ്യൽ വിജിലൻസ് ഓഫീസർ ഹാദിൽ സമ്മാനദാനം നിർവഹിച്ചു. KNM സിറ്റി മണ്ഡലം പ്രസിഡന്റ് PT കുഞ്ഞമ്മദ് കോയ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി ഹാരിസ് EV, മുസ്തഫ, റാഷിദ് അഹമ്മദ്, റഹ്മത്തുള്ള പുതിയറ, നാസർ പുതിയറ, സക്കറിയ പുതിയറ, ഷജീർ ഖാൻ വയ്യാനം, മദ്രസ കോംപ്ലക്സ് സെക്രട്ടറി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ സ്ത്രീ സംരംഭകർക്ക് വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പ്രദർശിപ്പിക്കുവാനും വിപണനമേള സംഘടിപ്പിച്ചു. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന മേള K പൂർണിമ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഉഷ രവീന്ദ്രൻ, ലക്ഷ്മി നന്ദകുമാർ, ലക്ഷ്മി ശിവകുമാർ, രാധാമണി മോഹനചന്ദ്രൻ, രുക്മിണി വിജയൻ, ശശികല തമ്പാൻ, ഗീതാ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 40ഓളം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. തളി മഹാദേവ ക്ഷേത്രത്തിന്റെ കുളവും പരിസരവും വൃത്തിയാക്കി മാലിന്യവും കാളുകളും നിറഞ്ഞ കുളം ഹനുമാൻ സേനയുടെ 100ഓളം വരുന്ന സന്നദ്ധ ഭടന്മാർ ചേർന്ന് വൃത്തിയാക്കി. ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പൈതൃക ക്ഷേത്ര നഗരിയായ തളി ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കുവാനും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 100ഓളം പ്രവർത്തകർ പങ്കെടുത്ത ശ്രമദാനം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നീണ്ടുനിന്നു. സജയ് നിസരീം, വായുപുത്രൻ, ഓച്ചോളി കൃഷ്ണൻ, പുരുഷ മാസ്റ്റർ, ശോഭ, രാധ ബേപ്പൂർ, ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ധനേഷ് ജയിൽ റോഡ് സ്വാഗതവും സുജിത്ത് നരിക്കുനി നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളോടുള്ള ശക്തമായ എതിർപ്പ് തുടരുമെന്ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണം ഉച്ചസ്ഥായിയിലായി. 27ാമത് സീനിയർ സ്റ്റേറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 5, 6 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. SIR നടപ്പാക്കിയാൽ കേരളത്തിൽ BJP അധികാരത്തിലെത്തുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.